ഞാൻ സ്റ്റാർട്ട് എപ്പണേ. ഇതൊരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ വിളിക്കാം? ബ്യൂട്ടിഫുൾ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. നോക്കൂ 15 മാർക്കാണ്. അപ്പൊ ബ്യൂട്ടി കുറച്ചുണ്ടാവും അല്ലേ? ശ്രദ്ധിക്കണേ, പറയട്ടെ. ഓൾറെഡി ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ട്? ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പെർസെന്റേജ് കപ്പാസിറ്റിയിലുള്ളത്? 40, 60, 80, 100. അതിന്റെ ഡയറക്ട് ലേബർ 16, 24, 32, 40. ഡയറക്ട് മെറ്റീരിയൽ 12, 18, 24, 30. നമുക്കറിയാം ഇത് രണ്ടും ഏത് കോസ്റ്റ് ആയിരിക്കും? ഏതായിരിക്കും? വാരിയബിൾ ആയിരിക്കും. ഡയറക്ട് മെറ്റീരിയൽ ഡയറക്ട് ലേബർ വാരിയബിൾ അല്ല. ഇനി വേണമെങ്കിൽ 16,000 ഡിവൈഡ് ബൈ 40 × 60 അടിച്ചു 24,000. പിന്നെ 12,000 ഡിവൈഡ് ബൈ 4 × 60 അടിച്ച് 6 അടിച്ച്. ഓക്കെ ആണോ? പ്രൊഡക്ഷൻ ഓൾറെഡി ഫിക്സഡ് ആണോ വാരിയബിൾ ആണോ? എങ്ങനെ മനസ്സിലാവും? ഫിക്സഡ് അല്ല. എങ്ങനെ മനസ്സിലായി? സെയിം അല്ല. അപ്പോ വാരിയബിൾ ആവും. നോക്കി 14,400 ഡിവൈഡഡ് ബൈ 40 × 160. ഈ എന്തിനാ ഓൻ്റെ കാൽക്കുലേറ്റർ എടുത്തെങ്കിൽ ആരാ കണ്ടോടെ? അന്റെ ഇതില്ലേ? അപ്പൊ ഇവിടെ തിരിച്ച് എന്തിനും ഓരോ നോക്കണ്ടേ? എന്ത് ഇവരെന്താ ചെയ്യാത്ത? അപ്പോ ഇങ്ങനെ നോക്കിയിരിക്കണ്ടേ? ഓക്കെ. അപ്പൊ 14,400 ഡിവൈഡ് ബൈ 40 × 60 എത്ര വരും? 12,600 വരുന്നില്ലേ? ഇല്ല. അപ്പൊ ഏതാണ്? സെമി വാരിയബിൾ. ഇതിൽ ഫിക്സഡ് ഉണ്ട്, പിന്നെ ഏതുണ്ട്? വാരിയബിൾ ഉണ്ട്. അതേപോലെ അഡ്മിനിസ്ട്രേഷനും സെല്ലിങ്ങും ഒക്കെ അങ്ങനെയാണോ നോക്ക്. സെറ്റ് അല്ലേ? അടിപൊളി ക്വസ്റ്റ്യൻ ആണോ? ശ്രദ്ധിക്കുക. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. നമ്മള് ബഡ്ജറ്റ് ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ച് സിറ്റുവേഷൻ വളരെ മോശം. മാർക്കറ്റ് പറ്റ പരാജയം. ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻ നിർത്തിവെച്ചാലോ എന്ന ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ കോർ ഭാഗമാണ് ഈ വായിക്കാൻ പോകുന്നത്. However, due to recession, the company will have to operate at എത്രയാണ്? 50% capacity in the coming quarter. അടുത്ത ക്വാർട്ടറെ 50% പറ്റുള്ളൂ. കാരണം എന്താ? 50% സാധനം ഉണ്ടാക്കി വിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ. Selling price have to be lowered to an uneconomic level. And expected sales revenue for the coming quarter will be 49,500. അപ്പൊ ഈ 50% ആണെങ്കിലേ മക്കളെ 50% ആണെങ്കിൽ നമ്മുടെ സെയിൽസ് എത്ര രൂപയെന്ന് വരിക? 49,500. എത്ര യൂണിറ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതിന്റെ ആവശ്യമുള്ളതല്ല. നമുക്ക് അതിന്റെ ആവശ്യത്തില്ല. വളരെ ചെറിയ പൈസക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ 50% സെയിൽസ് മറക്കണ്ട. 49,500. ഓക്കെ അല്ലേ? അടുത്തത്. But it is projected that in the next quarter, the concern will operate 75% capacity and generate revenue 9,000. അങ്ങനെയുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ജനറൽ റവന്യൂ 9,000 അല്ല, കുറവല്ലേ? എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. 90,000 അല്ലേ? ഓക്കെ അല്ലേ? എത്ര? 90. 50% 49,500 ഉണ്ടെങ്കിൽ മക്കളെ 75% എത്ര ഉണ്ടാവും? 90 കൂടണ്ടേ? 9,000 കുറയോ? ഇല്ല. ഓക്കെയാണ്. അപ്പൊ വേറൊരു ഡിസ്കഷൻ ഉണ്ട് ഇവിടെ. മനസ്സിലായ? ബട്ട് ഇറ്റ്സ് പ്രൊജക്റ്റഡ് ദാറ്റ് ഇൻ നെക്സ്റ്റ് ക്വാർട്ടർ. അപ്പൊ നമ്മൾ അടുത്ത ക്വാർട്ടറിന്റെ കഥയാണ് പറയുന്നത്. റെസിഷൻ വരുന്നോണ്ട് കമ്മിങ് ക്വാർട്ടർ നെക്സ്റ്റ് ക്വാർട്ടർ ഒക്കെ ഒന്ന് തന്നെ. 50% നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര സെയിൽസ് വരും? 49,500 വരും. ഓക്കെ അല്ലേ? അല്ല, നിങ്ങൾ എത്രയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ല നിങ്ങൾ എത്രയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 75% വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര വരും?
90,000. ഓക്കെ അല്ലേ? ശരിയാക്കി ഇവിടെ 90,000 കിട്ടാം. കൈ പിടിക്കേ ശിവനെ കൊടുത്തേ നോക്കൂ 90,000. Okay, the management is considering suggestion to keep the operation suspended in the coming year. മാനേജ്മെന്റ് വേറൊരു അഭിപ്രായം കൂടെ പറയുന്നുണ്ട്. എന്താ? അടുത്ത വർഷം എന്ത് ചെയ്യാം? ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. മനസ്സിലായ? കാരണം എന്താ? സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കാം. ഓക്കെ. Coming quarter when it is expected to operate 75% capacity. If the operation is suspended, അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ? താഴെ പറയുന്ന നെക്സ്റ്റ് ക്വാർട്ടറിലെ സസ്പെൻഡ് ചെയ്താലേ താഴെ പറയുന്ന കുറച്ച് എക്സ്പെൻസുകൾ വരും. ഏതൊക്കെയാണ്? അത് ബിസിനസ് സസ്പെൻഡ് ചെയ്ത സെയിൽസ് ഉണ്ടാവും ഇല്ല. അപ്പൊ 3 സിറ്റുവേഷൻ ആണ്. ഒന്നെന്താ? സസ്പെൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? പിന്നെ അടുത്തേതാ? 50% വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എത്രയാ? 75. ഇതിൽ ഏതാ ബെറ്റർ എന്നാണ് ചോദ്യം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. സസ്പെൻഡ് ചെയ്താലും ചില കോസ്റ്റുകൾ അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ പ്രസന്റ് ഫിക്സ്ഡ് കോസ്റ്റ് എത്ര ആയിട്ട് കുറയും? 14,000. ഫിക്സ്ഡ് കോസ്റ്റ് എത്ര നമുക്ക് അറിയോ? നമുക്ക് കണ്ടെത്തണം. ഏതിലൊക്കെ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്? പ്രൊഡക്ഷൻ ഓവർഹെഡിലും അഡ്മിനിസ്ട്രേഷനും സെല്ലിംഗിലും. എങ്ങനെ കണ്ടെത്താം? സെഗ്രിഗേറ്റ് ചെയ്യണം. മറ്റേ പരിപാടി അതിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓരോന്നിനും കണ്ടെത്താം. അത് എത്രയാണോ അത് കൂടുതലാവും. ചിലപ്പോൾ 20,000 വിചാരിക്കാം. അപ്പൊ അത് എത്രയാവുണ്ടാവും? 14,000 കുറയുണ്ടാവും. കാരണം എന്താ? ചില ഫിക്സ്ഡ് കോസ്റ്റുകൾ ഒഴിവാക്കാലോ. അല്ലടാ, സാലറി ഒക്കെ അല്ലേ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിന്റെ ഒക്കെ, അതൊക്കെ ഒഴിവാക്കിക്കൂടെ? പിന്നെ അടുത്ത് there will be a cost of 7,500 for closing down operation. പിന്നെ there will be additional maintenance 1,000. പിന്നെ one time cost 1,000 റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് 4,000. അപ്പൊ ഇതൊക്കെ ഏതിൽ മാത്രം വരുന്ന കോസ്റ്റ് ആണ്? ABCD. ഏതിലാണ്? സസ്പെൻഡ് ചെയ്താൽ വരും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. യുവർ റിക്വയർഡ് അഡ്വൈസ് whether the factory should keep in operation during the coming quarter and also what will happen from 75% capacity utilization level. എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഡിസ്കഷൻ. ഓക്കെ, നോക്കാം. കൈ പിടിച്ചിട്ട് വേദനയായിട്ട് എന്ത് പിടുത്താണ് പിടിച്ച്? അന്റെ നോമ്പ് പറഞ്ഞിട്ടാ ഇതിന്റെ മുറിഞ്ഞു. അപ്പൊ റെഡിയാണ് എല്ലാവരും? ഓക്കെ അല്ലേ? 10 മിനിറ്റ് അതിനോട് ഈ പരിപാടി. പെപ്പേതാ? ശ്രദ്ധിച്ചോട്ടാ, അടിപൊളി സാധനമാണ്. എല്ലാവരും ആക്റ്റീവായിരിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത് അല്ലേ? ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? കപ്പാസിറ്റി അല്ലേ? കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. 0 പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുക അല്ലേ? സസ്പെൻഡ്. പിന്നെ അടുത്ത എത്രയാണ്? 50%. പിന്നെ എത്രയാണ്? 75%. അപ്പോൾ ഓരോന്നിൻ്റെ സെയിൽസ് നോക്കിയാലോ നമുക്ക്. ഇവിടെ സെയിൽസ് ഉണ്ടാവുമോ? ഓപ്പറേഷൻ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. മറ്റിടത്ത് എത്ര വരുന്നത്? 49,500. ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എത്രയാ? 90,000. ഓക്കെ അല്ലേ? ഈ കോസ്റ്റുകൾ എടുക്കുക അല്ലേ? മൈനസ് കോസ്റ്റ്. ഏതൊക്കെ കോസ്റ്റ് ഉണ്ടാവും? വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. പിന്നെ ഏതുണ്ടാവും? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. പുറിഞ്ഞതാ? ഓക്കെ അല്ലേ? അപ്പോൾ വാരിയബിൾ കോസ്റ്റ് കാണണം, ഫിക്സ്ഡ് കോസ്റ്റ് കാണണം. പിന്നെ അടുത്തത് സസ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമായിട്ടുള്ള കുറച്ച് കോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് വിളിക്കാം. അത് എവിടെ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള? സസ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രം. അത് ഓരോന്നുണ്ട്, ഒക്കെ എടുത്ത് എഴുതാം. ഏതൊക്കെയാണ് പറയും? അത് ഫിക്സ്ഡ് കോസ്റ്റിലാണ് വരിക. ഇതിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് ഇപ്പോൾ തന്നെ അറിയാം, 11,000. ഓക്കെ അല്ലേ? മനസ്സിലായ? എല്ലാ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടോ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ? ഇല്ല. അപ്പോൾ അത് അറിയാം. ഇനി അടുത്ത ഏതാണ്? ക്ലോസ് ഡൗൺ ഓപ്പറേഷൻ
അല്ലേ? അങ്ങനെ എഴുതാം. ക്ലോസിങ് ഡൗൺ ഏതാണ്? ഓപ്പറേഷൻ. എത്ര എമൗണ്ട് വരാം? 7,500. ഇവിടെ മാത്രം കേട്ടോ. അടുത്തേതാണ്? അഡീഷണൽ എന്ത് ചെയ്യണം? മെയിൻ്റനൻസ്. വെറുതെ കെടുക്കല്ലേ, അപ്പോൾ അടിച്ചൊരു തുടക്കാനൊക്കെ എന്ത് വേണ്ടി വരും? ആളാക്കേണ്ടി വരും. അടുത്തേതാണ്? റീ ഓപ്പണിംഗ് കോസ്റ്റ്. എത്ര? 4,000. ഇങ്ങനെ 3 കോസ്റ്റ് ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വാരിയബിൾ കോസ്റ്റിനും ഫിക്സഡ് കോസ്റ്റിനും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. ചെയ്യല്ലേ? ഓക്കെ. യാ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഏത് ചെയ്യണം? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 1. ഇത് വാരിയബിൾ കോസ്റ്റ് മാത്രം എഴുതാനുള്ള കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് ഏതാ? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2. പിന്നെ ഓരോന്നും ഇങ്ങനെ ആഡ് ചെയ്ത് ലെസ് ചെയ്ത് വരണ്ടേ? ഞാൻ ആലോചിക്കുക എങ്ങനെ ചെയ്യണം. മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, പിന്നെ മറ്റേൻ്റെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇത് ഏതാണ്? ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ അല്ലേ? അങ്ങനെ തന്നെ വേറെ ആവട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 3. സെപ്പറേറ്റ് ചെയ്യാൻ പോകണം, സെഗ്രിഗേറ്റ് ചെയ്യാൻ പോകണം. അത് ഏതിൽ നിന്നൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യണം? അപ്പോൾ വേരിയബിൾ കോസ്റ്റുകളൊക്കെ ഏതാ? പറയും യാള. ഏതുണ്ട്? ഡയറക്റ്റ് ലേബർ ഉണ്ട്. എത്ര എമൗണ്ട്? 16,000 അല്ലേ? പിന്നെ അടുത്തേതാ? ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. എത്രയാ? 12,000. ഓക്കെ അല്ലേ? ഇനി ഇതിലുണ്ട് ഏതൊക്കെ ഉണ്ട്? പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ വേരിയബിൾ ഉണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഓവർഹെഡിൻ്റെ വേരിയബിൾ ഉണ്ട്, പിന്നെ ഏതുണ്ട്? സെല്ലിങ്ങിൻ്റെ വേരിയബിൾ ഉണ്ട്. പക്ഷെ അതൊന്നും പറയില്ല, സെപ്പറേറ്റ് ചെയ്യണം. ഫിക്സഡ് കോസ്റ്റിൽ ഏതൊക്കെ ഉണ്ടാവുക? പ്രൊഡക്ഷൻ്റെ ഉണ്ടാവും, പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഫിക്സഡ് ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും? സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് കാണണം? സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യല്ലേ? ഓക്കെ അല്ലേ? ഫസ്റ്റ് നമുക്ക് ഏത് ചെയ്യാം? വർക്കിന് A3 ഫസ്റ്റ് ഇതിൻ്റെ പേരെന്താ? സെഗ്രിഗേഷൻ ഓഫ് ഏതാ? ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ഏതാണ്? വേരിയബിൾ കോസ്റ്റ്. പറയണം കേട്ടോ, എല്ലാവരും ആക്ടിവേറ്റ് ഇരിക്കണം. ഫസ്റ്റ് വൺ. അപ്പോൾ 40-60 എടുക്കാം നമുക്ക് കേട്ടോ. ഏതാ? 40-60. അപ്പോൾ എങ്ങനെയാ? വേരിയബിൾ ആദ്യം നമുക്ക് ഏത് കോസ്റ്റ് എടുക്കാം? ഏതാ? പ്രൊഡക്ഷൻ ഓവർഹെഡിനെ സെപ്പറേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ സെറ്റ് ചെയ്യണം. എന്താ? ചേഞ്ച് ഇൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ചേഞ്ച് ഇൻ ഓവർ ഹെഡ് എത്ര പറയും? 12,600 മൈനസ് 11,400 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്? 60 മൈനസ് 40. കുഴപ്പമില്ലല്ലോ. എന്താ അസ്യൂം ചെയ്തൂടെ? യൂണിറ്റ് ചിലപ്പോൾ 60 പറഞ്ഞാൽ 600 ആവാം, അപ്പോൾ 40 ഏതാവും? 400 ആവും. കുഴപ്പമില്ലല്ലോ, എങ്ങനെ എടുത്താലും പ്രശ്നമുള്ളതല്ല. അപ്പോൾ എത്ര വരും? 12,600 മൈനസ് 11,400 എത്ര വരും? 1,200 ഡിവൈഡഡ് ബൈ എത്രയാണ്? 20. അപ്പോൾ എത്ര വരും? 60. ക്ലിയർ? അപ്പോൾ ഇതിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് ഏതെടുക്കാം? 11,400 ആണെങ്കിൽ അല്ലേ? ടോട്ടൽ ഓവർ ഹെഡ് എത്രയാണ്? 11,400 അല്ലേ? അതിലേതാണ്? വാരിയബിൾ കോസ്റ്റ് പറയാം. അപ്പോൾ എന്ത് കിട്ടും? ഫിക്സഡ് കോസ്റ്റ് കിട്ടും. വാരിയബിൾ കോസ്റ്റ് എങ്ങനെ മനസ്സിലാക്കുക? 40 × 60. അപ്പോൾ എത്ര വരും? 2,400. അപ്പോൾ എത്ര വരും? 9,000 എന്ത് വരും? ഫിക്സഡ് കോസ്റ്റ് വരും. സെറ്റല്ലേ? ഹാപ്പി അല്ലേ എല്ലാവരും? വാരിയബിൾ കോസ്റ്റും പിന്നെ എത്ര കിട്ടി? ഫിക്സഡ് കോസ്റ്റും മുകളിലോട്ട് ഇട്ടാലോ? വാരിയബിൾ 2,400, ഫിക്സഡ് 9,000. പൊളി അല്ലേ? നല്ല രസമുണ്ടല്ലേ? എവിടെ നിങ്ങൾക്കൊന്നും രസം ഉണ്ടാവില്ല അല്ലേ? അടുത്തായിട്ട് ഏതാ? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ചെയ്തൂടെ? വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ 6,200 മൈനസ് 5,800 ഡിവൈഡഡ് ബൈ 60 മൈനസ് 40 ചെയ്തിട്ട് എത്ര വരും? 20. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ ടോട്ടൽ എത്രയുള്ളത്? ഓവർ ഹെഡ് എടുക്കാം, 5,800 എടുക്കാം അല്ലേ? അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാം? വാരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യാം. 40 × എത്രയാ? 20 അല്ലേ? ഇപ്പം എത്ര വരും? 800 വരും. അപ്പോൾ 5,000 ആയിരിക്കും ഫിക്സഡ് കോസ്റ്റ് വരിക അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ വാരിയബിൾ എത്രയാ? 800. ഫിക്സഡ് എത്രയാ? 5,000. അപ്പോൾ ഫിക്സഡിൽ 5,000, വാരിയബിൾ 800. ഓക്കെ അല്ലേ? ദെൻ അടുത്തേതാ? സി, സെല്ലിംഗ് ഓവർ ഹെഡിൻ്റെ.
ചേഞ്ച് ഇൻ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണാം? 6800 മൈനസ് 6200, അപ്പം 400 അല്ലേ, ഡിവൈഡഡ് ബൈ 60 മൈനസ് 40 എത്ര വരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ? 30. അപ്പോൾ ടോട്ടൽ ഓവർ ഹെഡ് ഏതെടുക്കാം? 6200 എടുത്താൽ മൈനസ് ഏതാണ്? വേരിയബിൾ കോസ്റ്റ് 30 ഇൻറ്റു 40. അപ്പോൾ ഇവിടെ എത്ര വരും? 5000 ആണ് എന്ത് വരാം? ഫിക്സഡ് കോസ്റ്റ് വരാം. അപ്പോൾ 1200 പിന്നെ എത്രയാ? 5000. 1200 പിന്നെ എത്രയാ? 5000. ഓക്കെ അല്ലേ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്ര വരും? 19000 വരും അല്ലേ മക്കളെ? വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ എത്ര വരും? 32,400. ഇത് എത്ര പെർസെൻറ്റേജിലാണ് ഈ പറയുന്ന സാധനം ഉള്ളത്? നമ്മളിപ്പോൾ ഏതിൻ്റെ അടുത്തുള്ളത്? 40% ഇത് അല്ലേ? സംശയം ഉണ്ടോ? നമ്മളൊക്കെ ചെയ്ത് ഇതിലൊക്കെ ചെയ്ത് 40% വേരിയബിൾ കോസ്റ്റ് അല്ലേ? അല്ലല്ലോ മക്കളെ? അപ്പോഴല്ലേ 40 ഉണ്ട്. അവിടെയൊക്കെ 40 എടുത്തിട്ടല്ലേ ചെയ്തത്? 40 പറഞ്ഞാൽ നമ്മളേതാണ്? 40%. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ കോസ്റ്റ് ഫില്ല് ചെയ്തൂടെ? ഇവിടെ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല. ഇവിടെ 50% ആണെങ്കിൽ എത്ര വേരിയബിൾ കോസ്റ്റ് വരാം? 40,500. എങ്ങനെ 40,500 എന്ന്? 32,400 അല്ലേ, ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 50. ഇനി മറ്റേത് 32,400 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു എത്രയാണ്? 75. അപ്പോൾ എത്ര വരും? 60,750. സിമ്പിൾ അല്ലേ? അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റ് 19,000. സംശയം ഉണ്ടാകും. ഓക്കെ, 50% ആണെങ്കിൽ 70% ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്? സെയിം ആണ്. പക്ഷെ അത് കുറച്ച് കുറയും. ക്വസ്റ്റ്യനല്ല പറഞ്ഞു. എവിടെ? സസ്പെൻഡ് ചെയ്ത കഴിഞ്ഞ പരിപാടി. ഇനിയൊന്നുമില്ലല്ലോ, എല്ലാ ക്വസ്റ്റ്യനായി. പ്രോഫിറ്റ് കണ്ടോളൂ. ഫസ്റ്റത്തേൽ പ്രോഫിറ്റ് ഒന്നും ഇല്ല, ലോസ്റ്റ് വരിക. എത്രയാ മൊത്തം രണ്ട് ആഡ് ചെയ്തോ? ലോസ് എത്ര എമൗണ്ട് വരും? 23,500. ലോസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടാം. പിന്നെ മറ്റ് 49,500 മൈനസ് 40,500 9,500 അല്ലേ? അല്ല, ഈ 19 ഉണ്ട്. 19 സോറി അപ്പുറത്ത് 19. എത്ര? അല്ലേ, എത്രയാണ്? 10,000. ഓക്കെ, ലോസ് തന്നെ. പിന്നെ അടുത്ത് 10,250. ലോസാ? അല്ല, പ്രോഫിറ്റ് അല്ലേ? റെക്കമെൻഡേഷൻ ഏതാ? ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഏതിലാ? അപ്പോൾ 75% അല്ലേ? ഫസ്റ്റത്തെ ലോസാ? അപ്പോൾ ബ്രാക്കറ്റ് ഇടണം കേട്ടോ. മറ്റേ പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ റെക്കമെൻഡ് ചെയ്യണം. നമ്മൾ എന്താ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം? 75% എന്ത് ചെയ്യട്ടെ? ബിസിനസ് മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കാം. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഓൾ.